താരക പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരിങ്കോര വരിച്ചാട്ട് തകതക താത്തിനന്തക ചെയ്താര തകതിനന്തക ചെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താര. നമ്മൾ എത്തിയേക്കുന്നത് നമ്മുടെ സ്വന്തം നമ്പർ 20 മലനട. അപ്പൊ കാഴ്ചകൾ കണ്ടേക്കാം. നല്ല പാട്ട്, പിന്നെന്ത് വേണം, നല്ല ഭക്ഷണം, ഫുഡ്, വേറെന്ത് വേണം, എല്ലാം ഉണ്ട്. വരുന്നവരുടെ മനസ്സും വയറും നിറച്ച് അടിപൊളി നാടൻ രുചിയിലുള്ള ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു കൃത്രിമ രുചിക്കുട്ടികൾ ഞങ്ങളുടെ ഭക്ഷണം ചേർക്കില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇത് നിങ്ങൾക്ക് നൽകാനുള്ളത്. പിന്നെ അല്ല അടിപൊളിയല്ലേ? ഏത് പിടിച്ചാലും നമുക്ക് ഓക്കെ ഇവിടെ നെയ്യപ്പം തിന്നപ്പോഴേ പെണ്ണെ പയ്യപ്പം തോന്നരുതേ അന്നേരെ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട്. ഏതാ മൂഡ് അല്ലേ? ഹോളിമൂഡ്. പിന്നല്ല, കാഴ്ചകൾ കാണാം, വാ പോരെ. കപ്പയാണത് മെയിൻ. പിന്നെ അപ്പം, ഇടിയപ്പം ഇരിപ്പുണ്ട് ഇവിടെ. ഇത് ബീഫ് കറിയാണ്. ഇത് നാടൻ കോഴിയാണ്. പിന്നെ പോർക്ക് റെഡി ആണ്, പോർക്ക് റോസ്റ്റ്. താറാവ് പപ്പാസാണ്. ഇത് നമ്മുടെ തലക്കറിയാണ്. ബീഫ് ഫ്രൈ, ലിയോ ഫ്രൈ, പോട്ടി ഫ്രൈ, എല്ല് കറി, കാട ഫ്രൈ, ചെത്തുകള്ള്, പാലക്കണ കള്ള്, ചപ്പാത്തി, പുഴുക്ക്, കപ്പ, അപ്പം എല്ലാം ഉണ്ട്. നന്ദി, വീണ്ടും വരിക. അതായത് ഞാൻ കണ്ട ഷോപ്പിൽ പല മൂലകളിലായിട്ട് ഈ ചുമരിൻ്റെ ഭാഗത്ത് പല എഴുതി വെച്ചപ്പോൾ സ്നേഹിതനെ ഒരു പാട്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരാൾ വന്നു, ആ സമയത്ത് മൂപ്പര് എല്ലാ ചുമരിലും എഴുതി വെച്ചപ്പോൾ മൂപ്പര് എഴുതി പോയതാണ്. കാരണം പല ഭാഗങ്ങളായിട്ട് ഓരോരോ ക്യാപ്ഷൻസ് മൂപ്പര് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ? ഈ നമ്പർ 20 മലനട ഷാപ്പ്. ചേട്ടാ, നമ്പർ 20 മലനട എന്നൊരു പേര് വരാൻ കാരണം? ഈ 20 എന്ന് വെച്ചാൽ കള്ള് ഷാപ്പിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്പർ 20 എന്നുള്ളത്. 20 അതങ്ങ് ഫേമസ് ആയതാണ് നമ്പർ 20 എന്നുള്ളത്. ഈ തുടക്കകാലത്ത് ഈ ഷാപ്പിന് ഒരു മലനട ആയിരുന്നു, അല്ലെങ്കിൽ നമ്പർ 20 അല്ലല്ല, മലനട ഷാപ്പ് നമ്പർ 20 എന്നാണ് അറിയപ്പെടുന്നത്. മൊത്തത്തിൽ വരെ എല്ലാവരും അറിയപ്പെടുന്നത് നമ്പർ 20. കൂടുതലും നമ്മുടെ ഈ ഷാപ്പിന് പേര് വരുന്നത് തന്നെ ഈ അമ്പലത്തിൽ പോകാൻ വരുന്ന മലനട അമ്പലത്തിന്റെ ഒരു ഇതിനുണ്ട്. അമ്പലത്തിൽ പ്രസാദം കള്ളാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നവർ ഇവിടെ ഇറങ്ങി കള്ളും മേടിച്ചാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ചേട്ടന് ഏറ്റവും ഇഷ്ടം അവിടുത്തെ ഏതാണ്? നാടൻ കോഴിക്കറി ആയിരിക്കും അല്ലേ? നാടൻ കോഴി. ഞാനിവിടെ കള്ള് നിറയ്ക്കാൻ നാടൻ കോഴിക്കറി ഞാനിവിടെ ഒരു 7 വർഷങ്ങളുണ്ട്. നമ്മുടെ മലനട ഷാപ്പിന്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു സാധാ ഒരു സെറ്റപ്പ്. പക്ഷേ പിറകുവശം നോക്കുമ്പോൾ ഇതൊരു വ്യൂ ആണ്, അസാധ്യ വ്യൂ. കാരണം സൺസെറ്റ് കണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, നീണ്ടു കിടക്കുന്ന നെൽപ്പാടം, അവിടെ കൃഷി കേട്ടോ, നെൽപ്പാടങ്ങളാണ്. ബീഫ് ഫ്രൈ, ബീഫ് കറി, മുയൽ, പോർക്ക്, ബോട്ടി, താറാവ് പപ്പാസ്, ഇടിയപ്പം നമ്മുടെ നാട്ടിൽ പറയുന്ന നൂൽപുട്ട്, ഇവിടെ ഇടിയപ്പം. പിന്നെ ഇത് ലിവർ, ബീഫിൻ്റെ ലിവർ, കപ്പയുണ്ട്, ചപ്പാത്തിയുണ്ട്, അപ്പമുണ്ട്. ഫാമിലി കയറി തുടങ്ങിയപ്പോഴാണ് കള്ള് ഷാപ്പിൽ ഇത്രത്തോളം ഫുഡ് വരാൻ തുടങ്ങിയത്. പണ്ടൊക്കെ ചിലർ കള്ള് കുടിക്കുമ്പോൾ എന്തെങ്കിലും തൊട്ടാക്കാൻ എന്തെങ്കിലും കൊടുക്കുന്ന രീതിയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കള്ള് ഷാപ്പ്. അപ്പോൾ ഈ കള്ള് ഷാപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു കള്ള് ഷാപ്പ് ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം സ്റ്റാറ്റസ് മസ്റ്റാണല്ലോ. അപ്പോൾ സ്റ്റാറ്റസിന് എല്ലാവരും ഇടുന്നൊരു പാട്ടാണല്ലോ, ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ആ പാട്ട്. ആ പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ നമ്പർ 20-ലാണ്. അപ്പോൾ എന്താ ഞാൻ എല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് വിട്ടേക്കും. ഈ മലനട ഭാഗത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുവാണെങ്കിൽ പോലും ഇവിടെ കയറി നല്ല ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ വിട്ടേക്കാം. തൽക്കാലം മെല്ലതെല്ലാം കഴിച്ച് ഞാൻ മെല്ലെ സ്ഥലം വിടും. അപ്പോൾ വീണ്ടും പാക്കണം എവിടെ വെച്ചെങ്കിലും. ഓക്കെ, ബൈ.